ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. ഷൊർണൂരിൽ ട്രെയിൻ യാത്രക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. മലപ്പുറം അങ്ങാടിപ്പുറം പുതുക്കുടിയിൽ 37 വയസ്സുള്ള മുഹമ്മദ് സഹറാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. എറണാകുളത്ത് നിന്ന് പട്ടിക്കാട്ടിലേക്കുള്ള കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൽ പുറകുവശത്തെ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്ന മലപ്പുറം പട്ടിക്കാട് സ്വദേശിയായ 27-കാരിയെ ട്രെയിൻ വള്ളത്തോൾ നഗറിനും ഷൊർണൂരിനും ഇടയിലെത്തിയപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് ഷൊർണൂരിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ഇറങ്ങി മറ്റൊരു ബോഗിയിൽ കയറി. ഇതിനിടയിൽ യുവതി ഇയാളുടെ ചിത്രം മൊബൈലിൽ പകർത്തിയിരുന്നു. ട്രെയിനിൽ അങ്ങാടിപ്പുറത്തെത്തിയപ്പോൾ പ്രതി ട്രെയിനിൽ നിന്നും ഇറങ്ങി ഓടിയതായും പോലീസ് പറഞ്ഞു. ഇമെയിൽ മുഖാന്തരം യുവതി പ്രതിയുടെ ഫോട്ടോ സഹിതം നൽകിയ പരാതിയിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പെരിന്തൽമണ്ണയിൽ നിന്നും പിടികൂടിയത്. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെ പെരിന്തൽമണ്ണ മേലാറ്റൂർ സ്റ്റേഷനുകളിലായി 4 കേസുകളുണ്ട്. ട്രെയിൻ യാത്രയ്ക്ക് ഇയാൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്നും റെയിൽവേ പോലീസ് പറഞ്ഞു. RPF ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ ASI KM ഷിജു പ്രസാദ്, റെയിൽവേ SI അനിൽ മാത്യു, സ്ക്വാഡ് അംഗങ്ങളായ നിഷാദ്, സജിത്, മനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. You are watching VCV News.